ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഈ വർഷത്തെ വിഷുഫലമാണ് നോക്കേണ്ടത്. ഗുരുർ ബ്രഹ്മ ഗുരുർ വിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. 1201 ആണ്ട്, കൊല്ലവർഷം 1201 ആണ്ട്, ഏപ്രിൽ മാസം 15, മേടമാസം 2-ാം തീയതിയാണ് ഇക്കുറി വിഷു വരുന്നത്. അപ്പോൾ മേടം മുതൽ മീനം വരെയുള്ള 12 രാശിക്കാർക്കും ഈ രാശിയിൽപ്പെടുന്ന നക്ഷത്രങ്ങൾക്ക് വിഷുഫലമായി എന്താണ് എന്നുള്ളത് നമുക്കിവിടെ നോക്കാം. ഇത് പൊതുവായിട്ടുള്ളൊരു ഫലമാണ്. അവരവരുടെ ദശ അപഹാര ഛിദ്രങ്ങൾക്കനുസരിച്ച് ഫലങ്ങളിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വരാനുള്ളൊരു സാധ്യതയുണ്ട്. മേടൻ രാശിയിൽപ്പെട്ട അശ്വതി, ഭരണി, കാർത്തിക ആദ്യപാദം. അപ്പം മേടക്കൂറിൽ ജനിച്ചവർക്ക് ഈ വിഷുഫലം സാമാന്യം സന്തോഷവും സമാധാനമൊക്കെ നിറഞ്ഞതായിരിക്കും. സ്വയം ആർജിച്ച ധനം, ഇപ്പോൾ കർമ്മ മേഖലയിലായാലും എന്തിൽ തന്നെയായാലും നിങ്ങൾക്ക് ലഭ്യമാകാനുള്ള നിങ്ങൾ ആർജിച്ച ധനം നിങ്ങളിലേക്ക് വന്നു ചേരാനുള്ളൊരു സാധ്യത കൂടുതലായിട്ട് ഉണ്ട്. ഇപ്പോൾ ജീവിത പങ്കാളിക്ക് ഉയർച്ച ഉണ്ടാകാം. തൊഴിൽപരമായിട്ടുള്ള ഉയർച്ച, തൊഴിൽ ചിലപ്പോൾ മാറാനുള്ളൊരു സാധ്യത, ഇതൊക്കെ ജീവിത പങ്കാളിക്ക് ഉണ്ടാക്കാം. മേടക്കൂറുകാർക്ക് 7.5 ശനിക്കാലം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സന്താനങ്ങൾക്ക് വേണ്ടി ധനം ചെലവഴിക്കേണ്ട ഒരു സാഹചര്യം വന്നു ചേരാം. അത് അവരുടെ വിദ്യാഭ്യാസ ആവശ്യത്തിലേക്ക് വേണ്ടിയായിരിക്കാം. ഇപ്പോൾ അവരുടെ വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾക്കായാലും മറ്റുള്ളതിലും സന്തോഷാനുഭവങ്ങൾ മേടക്കൂറുപെട്ടവർക്ക് വന്നു ചേരാനുള്ളൊരു സാധ്യതയും ഉണ്ട്. ഭാഗ്യാധിപനായ ഗുരു ഭഗവാൻ പകുതിക്ക് ശേഷം, അതായത് ഇടവം 3-ാം വാരം മുതൽ ഉച്ചരാശിയായ കർക്കിടകത്തിൽ കൂടിയാണ് സഞ്ചരിക്കുന്നത്. ആ കാലയളവിൽ അല്ലെങ്കിൽ ഈ ഒരു വർഷം ഭൂമി ലാഭം, ഗൃഹലാഭം എന്നിവ നിങ്ങൾക്ക് ലഭിക്കുവാനുള്ളൊരു സാധ്യതയും കാണുന്നുണ്ട്. കർമ്മമേഖലയിൽ പുഷ്ടി ഉണ്ടാകും. സർക്കാർ ജോലിയിൽ പ്രവേശിക്കുവാനും സാധ്യതയുണ്ട്. അതിന് അനുയോജ്യമായ ദശ അപകാര കാലങ്ങൾ നടക്കുന്നവർക്കായിരിക്കും അതിനുള്ള ഒരു അവസരം വന്നു ചേരുക. ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുന്ന മേടക്കൂറുകാർക്കും കാലം അനുകൂലമാണ്. നേത്രരോഗത്തിനുള്ളൊരു സാധ്യതയുള്ളതിനാൽ നിങ്ങൾ അതിൽ ശ്രദ്ധ പുലർത്തേണ്ടതാണ്. സഹോദരങ്ങൾക്കായി സഹായങ്ങൾ ചെയ്തു നൽകേണ്ട ഒരവസ്ഥ സംജാതമായേക്കാം. വിദ്യാർത്ഥിനികൾ പഠനത്തിൽ ചെറിയ രീതിയിൽ പിന്നോക്കം പോകാനുള്ള സാധ്യതയുണ്ട്. കാരണം അവരുടെ വിദ്യാഭാവമായ വാക്കിൻ്റെ സ്ഥാനമായ 2-ാം ഭാവത്തിൽ ശനീശ്വരൻ്റെ ദൃഷ്ടി പതിക്കുന്നുണ്ട്. ആ ഒരു അലസത അവർക്ക് വന്നു ചേരാം. അതിനാൽ വിദ്യാർത്ഥിനികൾ പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. വിദേശത്തേക്ക് പോകാൻ തൊഴിൽപരമായി ഈ വർഷം ആഗ്രഹിക്കുന്നവർക്ക് അവരുടെ ആഗ്രഹ സഫലീകരണവും ഉണ്ടായേക്കാം. മാതാവിനോ തത്തുല്യമായവർക്കോ ആരോഗ്യപരമായി ചില ബുദ്ധിമുട്ടുകൾ വന്നു ചേരാനുള്ളൊരു സാധ്യതയും ഉണ്ട്. മാനസിക സമ്മർദ്ദങ്ങൾ കുറയ്ക്കാനായി മേടക്കൂറുകാർ യോഗ, ധ്യാനം ഇവയൊക്കെ ചെയ്യുന്നത് നല്ലതായിരിക്കും. മനസ്സിന് സന്തോഷ അവസരങ്ങൾ അതിലൂടെ നിങ്ങൾക്ക് ലഭിക്കും. ദോഷപരിഹാരാർത്ഥം ഭദ്രകാളിയെ പൂജിക്കുക, ഭദ്രകാളിക്ക് അർച്ചന ചെയ്യുക, പായസ നൈവേദ്യം, കടും പായസ നൈവേദ്യമൊക്കെ നിങ്ങൾക്ക് കൊടുക്കാം. ശിവഭജനം, ശാസ്താവിന് നീരാഞ്ജനം കത്തിക്കുക, വിഷ്ണു സഹസ്രനാമ ജപം, ഇതൊക്കെ ചെയ്ത് ദോഷശാന്തി വരുത്തിക്കൊള്ളേണ്ടതാണ്. അടുത്ത ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക 2, 3, 4 പാദങ്ങൾ, രോഹിണി, മകയിരത്തിൻ്റെ 1, 2 പാദങ്ങളിൽപ്പെട്ട ഇടവക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് വിഷുഫലം സാമാന്യമായിട്ടുള്ള ഒരു നന്മയൊക്കെ തന്നെയാണ് തരുന്നത്. എങ്കിലും ഗുണദോഷ സമ്മിശ്ര അനുഭവങ്ങളും നിങ്ങൾക്ക് വന്നു ചേരാം. ചിലപ്പോൾ ആത്മവിശ്വാസക്കുറവ് അനുഭവപ്പെടാനുള്ളൊരു സാധ്യതയുണ്ട്. തുടക്കത്തിൽ വിഷു തുടങ്ങി 1-2 മാസങ്ങൾ അനുകൂല ഭാവത്തിലൂടെയാണ് ഗുരുഭഗവാൻ സഞ്ചരിക്കുന്നത്. അത് കുടുംബജീവിതം നിങ്ങൾക്ക് കൂടുതൽ ഊഷ്മളമായിട്ട് മാറാനുള്ളൊരു സാധ്യതയുണ്ട്. ധനപരമായിട്ടുള്ള അവസരങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചേരും.
കർമ്മമേഖലയിലും നിങ്ങൾക്ക് ലാഭങ്ങൾ ഉണ്ടാകും. എന്നിരുന്നാൽ തന്നെയും തൊഴിലിടങ്ങളിൽ നിന്നും മാനസിക സമ്മർദ്ദം, പിരിമുറുക്കം ഏറുവാനുള്ളൊരു സാധ്യതയും ഇടവക്കൂറിൽപ്പെട്ടവർക്ക് കാണുന്നുണ്ട്. സന്താനങ്ങളുടെ പഠനകാര്യത്തിൽ രക്ഷിതാക്കൾ പ്രത്യേക ശ്രദ്ധ പുലർത്തേണ്ടതാണ്. ഉപരിപഠനം നടത്തുന്നവർക്ക് കാലം അനുകൂലമായിരിക്കും. ഇടവക്കൂറുകാർ ആരോഗ്യം നല്ലവണ്ണം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. തലവേദന, നേത്ര സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഇവയ്ക്കുള്ള സാധ്യത തള്ളിക്കളയരുത്. ചികിത്സയിലൂടെ പൂർണ്ണമായും നിങ്ങൾക്ക് അസുഖങ്ങൾ ഭേദമാക്കുവാനും സാധിക്കും. മാതാവിനോ തത്തുല്യമായവർക്കോ പുതിയതായിട്ട് ചിലപ്പോൾ മാനസികം അവരുടെ സന്താനങ്ങളെക്കുറിച്ചിട്ടാകാം അതുണ്ടാകാനുള്ളൊരു സാധ്യതയും കാണുന്നുണ്ട്. ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാനും ഈ വർഷം സാധ്യമാകും. ഈ രാശിക്കാർ അല്പം ഉദാസീനതരാകാനും സാധ്യതയുണ്ട്. അതായത് ധനസംബന്ധമായ കൊടുക്കൽ വാങ്ങലുകളിൽ നിങ്ങൾ പ്രത്യേക ശ്രദ്ധ പുലർത്തേണ്ടതാണ്. സുഹൃത്തുക്കൾ, സന്താനങ്ങൾ ഇവരിൽ നിന്നും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ചില ബുദ്ധിമുട്ടുകൾ വന്നു ചേരാനും ഈ വർഷം സാധ്യതയുള്ളതായി കാണുന്നുണ്ട്. നിങ്ങൾ ദോഷപരിഹാരാർത്ഥം ശ്രീകൃഷ്ണസ്വാമിക്ക് തുളസിമാല ചാർത്തി പ്രാർത്ഥിക്കുക, ശാസ്താഭജനം, ശനീശ്വര പൂജ ഇവ നടത്തി ശാന്തി വരുത്തുക. മിഥുനം രാശിക്കൂറിൽപ്പെട്ട മകയിരം 3, 4 പാദങ്ങൾ, തിരുവാതിര, പുണർദം ആദ്യത്തെ 3 പാദങ്ങൾ. മിഥുനം രാശിക്കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്ര അനുഭവങ്ങളാണ് വിഷുഫലമായി ലഭ്യമാവുക. ഭാഗ്യാനുഭവങ്ങൾക്ക് ചില തടസ്സങ്ങൾ വന്നതിന് ശേഷം മാത്രമേ ഭാഗ്യങ്ങൾ നിങ്ങളിലേക്ക് എത്തുവാനുള്ളൊരു സാധ്യത ഉണ്ടാകുന്നുള്ളൂ. തുടക്കത്തിൽ ജന്മരാശിയിലൂടെ സഞ്ചരിക്കുന്ന ഗുരുഭഗവാൻ ഇടവം 3-ാം വാരത്തിന് ശേഷം കർക്കടകം രാശി തൻ്റെ ഉച്ചരാശിയിലൂടെ സഞ്ചരിക്കുകയാണ്. ധനഭാവത്തിലൂടെ ഉച്ചരാശിയിൽ നിന്ന് വരുമ്പോൾ കുറച്ച് മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് വന്നു ചേരാൻ സാധ്യതയുണ്ട്. എന്നാൽ കർമ്മപരമായി നിങ്ങൾ ഉദ്ദേശിച്ച രീതിയിൽ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. പങ്കാളിക്ക് ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വന്നു ചേരാനുള്ള അവസരവും കാണുന്നുണ്ട്. സുഹൃത്തുക്കളിൽ നിന്നും സന്താനങ്ങളിൽ നിന്നും മനസ്സന്തോഷകരമായ അനുഭവങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാകും. പ്രതീക്ഷിക്കാതെയുള്ള ധനലാഭം ഉണ്ടാകാം. ബിസിനസ്സുകാർക്ക് അത്ര നല്ല പ്രതീക്ഷകൾ ഉണ്ടാകാനുള്ളൊരു സാധ്യത കാണുന്നില്ല. ഓഹരി വിപണിയിലുള്ളവർക്ക് അത്ര നല്ല അനുഭവങ്ങളും ഉണ്ടാകാൻ സാധ്യതയില്ല. വിദേശ യാത്ര ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള അവസരങ്ങൾ വന്നു ചേരാം. തൊഴിൽ, വിദ്യാഭ്യാസം എന്നിവയ്ക്ക് വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്കും അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. വൃക്കരോഗികൾ, പ്രമേഹ രോഗികൾ എന്നിവർ കൃത്യതയോടെ മരുന്നുകൾ എടുക്കേണ്ട ഒരു സമയമാണ്. അതിൽ നിങ്ങൾ ഉപേക്ഷ വിചാരിക്കരുത്. കണ്ടകശനിക്കാലം തുടരുന്നുണ്ട്. കർമ്മമേഖലയിലെ തടസ്സങ്ങൾ മാറുവാൻ ശാസ്താഭജനം നടത്തുക, ശാസ്താവിന് നീരാഞ്ജനം കഴിപ്പിക്കുക, ദുർഗാപൂജ, നാഗപൂജ, ആയില്യപൂജ നടത്തി ശാന്തി വരുത്തേണ്ടത് ആണ്. കർക്കടകം രാശിക്കൂറിൽപ്പെട്ടവർക്ക് വിഷുഫലം എങ്ങനെയാണെന്ന് നോക്കാം. പുണർദത്തിൻ്റെ അവസാന പാദം, പോയം, ആയില്യം. ഇവർക്ക് ഗുണാധിക്യം കുറവായിട്ടാണ് വരുന്നത്. ജന്മരാശിയിൽ കൂടെ, ഉച്ചരാശിയിലാണെങ്കിലും ജന്മരാശിയിൽ കൂടെയാണ് വ്യാഴത്തിൻ്റെ സഞ്ചാരം. ദോഷാധിക്യം അല്പം കൂടുതലായിരിക്കും. ഉറച്ച തീരുമാനങ്ങൾ കൈക്കൊള്ളുവാനും അത് പ്രാവർത്തികമാക്കുവാനും കർക്കടകൻ രാശിക്കൂറിൽപ്പെട്ട നക്ഷത്രങ്ങൾക്ക് ചില ബുദ്ധിമുട്ടുകൾ നേരിടുവാനുള്ള സാധ്യത ഉണ്ട്. എല്ലാത്തിൽ നിന്നും വിട്ടുനിൽക്കാനുള്ളൊരു പ്രവണത നിങ്ങൾക്ക് ഉണ്ടാകും. ലാഭത്തിനുള്ള സന്താനമൊക്കെ വേണമെന്ന് ആഗ്രഹിക്കുന്ന ദമ്പതികൾക്ക് അതിനുള്ളൊരു സാധ്യത ഈ വർഷം കാണുന്നുണ്ട്. ധനപരമായ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാം. വിദ്യാർത്ഥിനികൾക്ക് പഠനത്തിൽ അലസത വന്നു ചേരാതെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. പഠനത്തിൽ പ്രത്യേകം അതിനാൽ ശ്രദ്ധ നിങ്ങൾ പുലർത്തുക. ഉപരിപഠനം നടത്താൻ ആഗ്രഹിക്കുന്നവർക്ക് അല്പം തടസ്സങ്ങൾ വന്നു പോകാം. തുടക്കത്തിൽ മിഥുന മാസത്തിന് ശേഷം കാലം അനുകൂലമായി വരും. ധ്യാനം, യോഗ ഈ മാർഗങ്ങൾ അവലംബിച്ച ആത്മവിശ്വാസം നേടിയെടുക്കുക, മനഃശാന്തിയും നേടിയെടുക്കുക. കുടുംബങ്ങളിൽ സന്തോഷകരമായ മംഗള അനുഭവങ്ങൾ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. ജീവിത പങ്കാളിയുടെ ആരോഗ്യ കാര്യത്തിൽ
നിങ്ങൾ പ്രത്യേകം ശ്രദ്ധ പുലർത്തുക. സർക്കാർ സർവീസിൽ ജോലി ലഭ്യത സാധ്യമാകാം. അനുകൂലമായ ദശാപകാരങ്ങളും കൂടെ നടക്കണം. അക്കാര്യം പ്രത്യേകം ഓർമ്മിക്കുക. ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകാം. സർപ്പപൂജ, ദുർഗാദേവിക്ക് അർച്ചന പക്കനാൾ തോറും നടത്തുന്നത് നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉളവാകാൻ ഉള്ള ഒരു അവസരം ഉണ്ടാകും. ലളിതാ സഹസ്രനാമവും ജപിക്കേണ്ടതാണ്. അടുത്ത ചിങ്ങരാശി. ചിങ്ങക്കൂറിൽപ്പെട്ട മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യ പാദം. ഗുണദോഷ സമ്മിശ്ര അനുഭവങ്ങളാണ് ചിങ്ങക്കൂറിൽപ്പെട്ടവർക്ക് ഈ വിഷു ഫലമായി ലഭ്യമാവുക. ഗുരുഭഗവാൻ ആദ്യ സമയങ്ങളിൽ വിഷു തുടങ്ങിയ ആ മാസങ്ങളിലും അടുത്ത ഇടവത്തിൻ്റെ 3 വാരങ്ങളിലും 11ാം ഭാവത്തിൽ ലാഭസ്ഥാനത്തിൽ കൂടെയാണ് സഞ്ചരിക്കുന്നത്. അത് കഴിഞ്ഞ് 12ാം ഭാവം, അതായത് വ്യയത്തിൻ്റെ ഭാവമായ കർക്കിടകത്തിൽ ഉച്ചരാശിയിൽ കൂടെയാണ് ചിങ്ങക്കൂറുകാർക്ക് വ്യാഴം സഞ്ചരിക്കുന്നത്. വീടുകൾക്ക് നിങ്ങൾക്ക് അറ്റകുറ്റപ്പണി നടത്താൻ ആഗ്രഹിക്കുന്ന ചിങ്ങക്കൂറുകാർക്ക് അതിനുള്ള അവസരങ്ങൾ വന്നു ചേരാം. ഭൂമി സംബന്ധമായ ഇടപാടുകൾ ഇപ്പോൾ വാങ്ങുവാനും വിൽക്കുവാനും ഉള്ള അനുകൂലമായിട്ടുള്ളൊരു സമയമാണിത്. കലാകാരന്മാർക്കും അനുകൂലമായ മാറ്റങ്ങൾ ഈ വിഷു ഫലമായിട്ട് ലഭ്യമാകും. ദാമ്പത്യ ജീവിതത്തിൽ അസ്വാരസ്യങ്ങൾ വന്നു ചേരാം. കർമ്മപരമായി കഠിനാധ്വാനം വേണ്ട സമയമാണ് നിങ്ങൾക്ക്. കർമ്മകാരകനായ ശനീശ്വരൻ 10ൽ ദൃഷ്ടി ചെയ്യുന്നതിനാൽ കർമ്മമേഖലയിൽ സത്യസന്ധതയോടുകൂടെയുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ ചിങ്ങക്കൂറുകാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങളുടെ പ്രവർത്തന ഫലം ലഭ്യമാകുവാൻ അല്പം കാലതാമസം വന്നേക്കാം. എന്നാലും നിങ്ങൾ ചെയ്യുന്ന ജോലിക്ക് നിങ്ങൾക്ക് അതിന് തക്ക പ്രതിഫലം ലഭ്യമാകും. സന്താനങ്ങളുടെ വിവാഹ ആവശ്യത്തിനോ പഠനത്തിനോ ഒക്കെ ഉള്ള ധനം സമാഹരിക്കേണ്ടതായും അത് ചിലവഴിക്കേണ്ടതായിട്ടുള്ളൊരവസ്ഥ വന്നു ചേരാം. നേത്രരോഗങ്ങൾ അലട്ടാനുള്ളൊരു സാധ്യതയുണ്ട്. ചന്ദ്രാൽ 10ാം ഭാവാധിപൻ 12ൽ മറഞ്ഞിരിക്കുകയാണ് വർഷ ആരംഭത്തിൽ. അതിനാൽ ധനവ്യയം അധികമാകുവാനും അത് അവനവനിലൂടെ തന്നെ ചിങ്ങക്കൂറുകാർ അവർ തന്നെ ആയിരിക്കും അവരുടെ ധനവ്യയത്തിനുള്ള അവസരങ്ങൾ സൃഷ്ടിക്കുക. അപ്പോൾ ധനം വ്യയം ചെയ്യുമ്പോൾ അതെങ്ങനെയാണ്, ഏത് രീതിയിലാണ്, നന്മയ്ക്കാണോ തിന്മയ്ക്കാണോ എന്നുള്ളത് അനലൈസ് ചെയ്ത് ചെയ്യേണ്ടതാണ്. പങ്കാളിക്ക്, അത് ജീവിത പങ്കാളിയാവാം, ബിസിനസ് പങ്കാളിയാവാം, ധനവ്യയം ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. ഓഹരി വിപണികളിൽ തൽക്കാലം തലയിടാതിരിക്കുന്നതാണ് ചിങ്ങക്കൂറിൽപ്പെട്ടവർക്ക് അഭികാമ്യമായിട്ടുള്ളത്. മനസ്സിന് സന്തോഷം കുറയും. മാനസിക പിരിമുറുക്കങ്ങൾ വന്നു ചേരാനും സാധ്യതയുണ്ട്. ലഗ്നത്തിലേക്കുള്ള സർപ്പദൃഷ്ടി, ചന്ദ്രന് വരുന്ന സർപ്പയോഗം, ഇവ ഈ വർഷം നിങ്ങൾക്ക് മാനസികമായിട്ടുള്ള സമ്മർദ്ദങ്ങൾ ഏറാനുള്ളൊരു ഇതാണ് കാണുന്നത്. തുടക്കത്തിൽ ഗുരുഭഗവാൻ വീക്ഷണം വരികയാൽ ആദ്യ 2 മാസങ്ങളിൽ വലിയ ബുദ്ധിമുട്ടുകൾ കൂടാതെ കാര്യങ്ങൾ നന്നായിട്ട് പോകും. അത് കഴിയുമ്പോൾ സർപ്പന് ഗുരുവിൻ്റെ ദൃഷ്ടി ലഭിക്കാതെ വരും. അതിനാൽ നിങ്ങൾ സർപ്പക്ഷേത്രങ്ങൾ സന്ദർശിക്കുകയും സർപ്പന് ആവശ്യമായിട്ടുള്ള പരിഹാര പൂജകൾ നടത്തുകയോ ഒക്കെ ചെയ്യേണ്ടതാണ്. അകാരണമായി വരുന്ന ദേഷ്യങ്ങളെയൊക്കെ നിങ്ങൾ മാറ്റിയെടുക്കേണ്ടതാണ്. അത് ബന്ധങ്ങളിൽ ഊഷ്മളത കുറയ്ക്കാനായിട്ടുള്ള അവസരങ്ങൾ ഉണ്ടാക്കാം. പഠിക്കുന്ന കുട്ടികൾക്ക് അല്പം മടിയൊക്കെ വരാമെങ്കിലും വിദ്യാഭാവത്തിൽ ഭാവാധിപനെ ഗുരു വീക്ഷിക്കുകയാലും വിദ്യയിൽ ഉന്നത സ്ഥാനവും നന്നായി പഠിച്ച് നല്ല അവസരങ്ങൾ കൈവരിക്കുവാനും നിങ്ങൾക്ക് സാധിക്കും. ശിവന് കൂവളമാല ചാർത്തുകയും ക്ഷേത്രത്തിൽ ധാര നടത്തുകയും നാഗദൈവങ്ങളെ പൂജിക്കുകയും ചെയ്യേണ്ടതാണ്. കന്നിക്കൂർ. കന്നിരാശിയിൽ ഉത്രം അവസാനത്തെ 3 പാദങ്ങൾ, അത്തം, ചിത്തിര 1-2 പാദം. കന്നിക്കൂറിൽപ്പെട്ടവർക്ക് ഈ വിഷു സംക്രമം സാമാന്യേന ഗുണാനുഭവങ്ങൾ കൂടുതലാകാനാണ് സാധ്യത. വർഷ ആരംഭത്തിൽ വ്യാഴഭഗവാൻ നിങ്ങളുടെ കർമ്മസ്ഥാനത്തിലൂടെയും തുടർന്ന് ഉച്ചരാശി, അതായത് നിങ്ങളുടെ ലാഭസ്ഥാനത്തിലൂടെയും സഞ്ചരിക്കുന്നതിനാൽ ഗൃഹലാഭമോ വസ്തുക്കൾ വാങ്ങാനോ ആഗ്രഹിക്കുന്നവർക്ക് സാധ്യത കാണുന്നുണ്ട്. അത് നിങ്ങൾക്ക് ലഭ്യമാകും. ധനപരമായ ബുദ്ധിമുട്ടുകൾ മാറാനുള്ളൊരു സാധ്യത. 2ാം ഭാവത്തിൽ ഗുരുവിൻ്റെ സഹായ ഭാവത്തിൽ ഗുരുവിൻ്റെ വീക്ഷണം വരികയാൽ നിങ്ങൾക്ക് സഹായ വാഗ്ദാനങ്ങൾ ലഭ്യമാവുകയും അതായത് സഹായ സ്ഥാനങ്ങളിൽ നിന്നുള്ള ലാഭം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഭാഗ്യാധിപനായ ശുക്രൻ ധനാധിപനും കൂടെയാണ്. അതായത് അദ്ദേഹം അഷ്ടമത്തിൽ മറഞ്ഞിരുന്നാലും
ധനഭാവത്തിലേക്കുള്ള ദൃഷ്ടി അനുകൂല സാഹചര്യങ്ങൾ ഉളവാക്കാൻ നിങ്ങൾക്ക് അവസരങ്ങൾ കൊണ്ടുവന്ന് തരും. എന്നിരുന്നാലും രോഗങ്ങൾ അലട്ടാനുള്ള ഒരു സാധ്യതയും അതിനുള്ള ചികിത്സ നിങ്ങൾ നേടേണ്ടതായിട്ടും വന്നേക്കാം. അലസത ഉണ്ടാകുമെന്നതിനാൽ അതിൽ നിന്ന് മുക്തരാകുവാൻ കന്നിക്കൂറുകാർ ശ്രദ്ധിക്കേണ്ടതാണ്. രാശ്യാധിപനായ ബുധന് നീചരാശിയിൽ മന്ദ കുജയോഗം വിഷു ഫല സമയത്തുണ്ട്. അതിനാൽ നിങ്ങൾ അതൊന്നുകൂടെ ഒന്ന് ശ്രദ്ധിക്കണം. എന്നാൽ ഇടവം അവസാനം മുതൽ മാറ്റങ്ങൾ നിങ്ങൾക്ക് കണ്ടു തുടങ്ങും. ജീവിത പങ്കാളിക്കും തനിക്കും തൊഴിൽപരമായി മാറ്റത്തിനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. വിവാഹപ്രായമായ സന്താനങ്ങൾ ഉള്ളവർക്ക് വിവാഹം നടക്കുവാൻ ഈ വർഷം അനുകൂലമായ സാഹചര്യം വന്നു ചേരും. വിദേശത്ത് ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അതിന് സാധ്യമാകും. കൂട്ടുകെട്ടുകളിൽ നിന്നും സത്ഫലങ്ങൾ ലഭ്യമാകുവാനുള്ള സാധ്യത കുറവായിരിക്കും. അതിനാൽ കൂട്ടുകെട്ടുകൾ നിങ്ങൾ നോക്കി ഒക്കെ കണ്ട് അവരോട് പെരുമാറുക. സർക്കാരിൽ നിന്ന് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം. ലോൺ പോലെയുള്ള മുടക്കങ്ങൾ വരുത്തിയിരിക്കുന്നവർക്ക്, വായ്പാ കുടിശ്ശിക വരുത്തിയിരിക്കുന്നവർക്ക് മേടമാസം ചിലപ്പോൾ സർക്കാരിൽ നിന്നുള്ള നോട്ടീസൊക്കെ വന്നു ചേരാനുള്ളൊരു സാധ്യതയും ഉണ്ട്. പഠിതാക്കൾക്ക് അലസത മാറി പഠനത്തിൽ ശ്രദ്ധിക്കുവാൻ സാധിക്കും. ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്ക് ഇടവം പകുതിക്ക് ശേഷം കാലം അനുകൂലമായി വരും. അതിനു മുൻപ് അല്പം തടസ്സങ്ങളൊക്കെ വന്നു ചേരാം. നിങ്ങൾ ദോഷപരിഹാരാർത്ഥമായി ശ്രീ മഹാലക്ഷ്മി പൂജ, മഹാലക്ഷ്മിക്ക് നെയ്വിളക്ക് കത്തിക്കുക, കണ്ടകശനിക്കാലം തുടരുന്നതിനാൽ ശനീശ്വരനെ പൂജിക്കുക, ശാസ്താപൂജ നടത്തി ശാന്തി വരുത്തുക. ഇതൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. തുലാം രാശി ചിത്തിര 3, 4 പാദങ്ങൾ, ചോതി, വിശാഖം ആദ്യത്തെ 3 പാദങ്ങൾ. തുലാം രാശിക്കാർക്ക് ഈ വിഷു സംക്രമം, അതായത് ഈ വിഷുഫലം ഗുണദോഷ സമ്മിശ്ര അനുഭവങ്ങൾ ലഭിക്കുവാനാണ് സാധ്യത. വർഷാരംഭത്തിൽ രാശിനാഥൻ കേന്ദ്രസ്ഥിതനായി രാശിയെ വീക്ഷിക്കുന്നു. ഗുരുവീക്ഷണവും ലഭിക്കുന്നുണ്ട്. ഗുരു അനുകൂലമായിട്ടാണ് നിങ്ങൾക്ക് സഞ്ചരിക്കുന്നത്. ഭാഗ്യസ്ഥാനത്ത് തുടക്കത്തിൽ അഷ്ടമത്തിൽ കൂടെയാണ് സഞ്ചരിക്കുന്നത്. അത് കഴിഞ്ഞ് മാറാനുള്ളൊരു സാധ്യതയുണ്ട്. സഹോദരങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ ഉണ്ടാകാം. കമ്മ്യൂണിക്കേഷൻ സ്കിൽ നിങ്ങൾക്ക് ഉയരും. ഇടവം 3-ാം വാരം മുതൽ കർമ്മസ്ഥാനത്ത് ഉച്ചത്തിൽ ആണ് ഗുരുവിൻ്റെ സഞ്ചാരം. തൊഴിലിൽ മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് ഇത് അനുകൂല അവസരങ്ങൾ നിങ്ങൾക്ക് കൊണ്ടുതരും. രാശ്യാധിപനായ ശുക്രന് അഷ്ടമാധിപത്യം കൂടി ഉള്ളതിനാൽ തനിക്ക് താൻ തന്നെ വിന വരുത്തി വയ്ക്കുന്ന അവസരങ്ങളും നിങ്ങൾക്ക് വന്നു ചേരാൻ സാധ്യതയുണ്ട്. ധനപരമായിട്ട് ഉന്നത അവസരങ്ങൾ, ഉയർച്ചകൾ വന്നു ചേരാം. ബിസിനസ്സിൽ ലാഭം പ്രതീക്ഷിക്കാം. ധനപരമായിട്ടുള്ള ഇടപാടുകൾക്ക് ശ്രദ്ധാപൂർവമാണ് നിങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത്. ധനപരമായിട്ടുള്ള കൊടുക്കൽ വാങ്ങലുകളൊക്കെ വരുമ്പോൾ അത് ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യേണ്ടതാണ്. ദാമ്പത്യ ജീവിതം സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് സാധിക്കും. മേടമാസം ചില അഭിപ്രായ ഭിന്നതകൾ കുടുംബത്തിൽ ഉടലെടുക്കാനുള്ളൊരു സാധ്യതയും കാണുന്നുണ്ട്. സന്താനങ്ങളെക്കുറിച്ച് അമിതമായ ഉത്കണ്ഠ വന്നു ചേരാനും സാധ്യതയുണ്ട്. ഭാഗ്യാവസരങ്ങൾ ആദ്യം മേടമാസം കൈവിട്ടു പോയാലും തുടർന്ന് അനുകൂലമായ അവസരങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരും. മാതാവിന് ശാരീരികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ളൊരു സാധ്യത തള്ളിക്കളയരുത്. ചിലവുകൾ വർദ്ധിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. ഗൃഹത്തിന് അറ്റകുറ്റപ്പണികൾ നടത്തുവാൻ അവസരം ഉണ്ടാകും. വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിന് സാധ്യമാകും. പഠിതാക്കൾക്ക് കാലം അനുകൂലമാണ്. ഉപരിപഠന സാധ്യത ഉള്ള ഒരു സമയമാണ് ഉപരിപഠനം കാക്ഷിക്കുന്നവർക്ക്. ഗൃഹത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കുവാനുള്ള യോഗം കാണുന്നുണ്ട്. അകാരണമായി മാനസിക വിഷമങ്ങൾ ഉണ്ടാകുന്ന അവസ്ഥകൾ സംജാതമാകും. ആത്മസുഹൃത്തുക്കൾ ചിലപ്പോൾ ശത്രുതാ മനോഭാവത്തിൽ പെരുമാറിയെന്നും വരാം. അതിൽ മൂലം നിങ്ങൾക്ക് മാനസികമായിട്ടുള്ള പ്രയാസങ്ങളും ഉളവാകും. ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുന്നവർ ശ്രദ്ധയോടുകൂടെ മുന്നോട്ട് പോവുക. അവനവൻ്റെ അശ്രദ്ധ മൂലം നഷ്ടങ്ങൾ നേരിടുവാൻ സാധ്യതയുള്ളതിനാൽ ബിസിനസ്സുകാർ പ്രത്യേകം ശ്രദ്ധ പുലർത്തി നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. തുലാം രാശിക്കാരിൽ വിവാഹം അന്വേഷിക്കുന്നവർക്ക് അനുയോജ്യമായ വധൂവരന്മാരെ ലഭിക്കാൻ സാധ്യതയുണ്ട്. ദോഷപരിഹാരാർത്ഥം തുലാം രാശിക്കാർ നാഗദേവതയെ പൂജിക്കുക. അതായത് മാസം തോറും ആയില്യ പൂജയൊക്കെ കൊടുത്ത് ദോഷശാന്തി വരുത്തുക.
ദുർഗാഭജനം അനിവാര്യമാണ്. ശ്രീകൃഷ്ണസ്വാമിക്ക് തുളസിമാല ചാർത്തേണ്ടതും ആവശ്യമാണ്. അടുത്ത വൃശ്ചികം രാശിക്കാർക്ക് വിശാഖം അവസാന പാദം, അനിഴം, കേട്ട. ഈ വർഷത്തെ വിഷുഫലം വൃശ്ചിക കൂറുകാർക്ക് പൊതുവെ സത്ഫലങ്ങൾ അധികമായി ലഭ്യമാകും എന്നാണ് കാണുന്നത്. ധനഭാവാധിപനായ ഗുരു ഭഗവാൻ തുടക്കത്തിൽ അല്പം മറിഞ്ഞ് സഞ്ചരിച്ചാലും ശേഷം നിങ്ങളുടെ ഭാഗ്യസ്ഥാനത്ത് കൂടി ഉച്ചരാശിയിൽ കൂടി സഞ്ചരിക്കുകയാണ്. സർക്കാർ ജോലി ലഭ്യമാകാനുള്ള സാധ്യതയുണ്ട്. അതിന് നിങ്ങളുടെ ദശ അപഹാര ചിത്രങ്ങളും കൂടി അനുയോജ്യമായിട്ട് വരേണ്ടതാണ്. ആവശ്യങ്ങൾ, അതായത് നിങ്ങളുടെ ആവശ്യങ്ങൾക്കുള്ള സാമ്പത്തിക നില നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരാം. ഈശ്വരപരമായ കാര്യങ്ങൾക്ക്, പുണ്യപ്രവർത്തനങ്ങൾക്കും ധനം ചെലവഴിക്കാനുള്ളൊരവസരം ഈ വർഷം നിങ്ങളിൽ വന്നു ചേരാൻ സാധ്യത കാണുന്നുണ്ട്. സന്തോഷകരമായ ചുറ്റുപാടുകൾ നിങ്ങളെ തേടിയെത്തും. വിദ്യാസ്ഥാനത്തിന് അധിപതിയായ ഗുരു ഉന്നത പഠനഭാവത്തിൽ ഉച്ചരാശിയിൽ കൂടെ സഞ്ചരിക്കുകയാൽ ഇടവം പകുതിക്ക് ശേഷം ഉന്നത വിദ്യാഭ്യാസം പുറത്തൊക്കെ പോയി പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് അതിനുള്ള അവസരങ്ങൾ വന്നു ചേരും. വൃശ്ചികക്കൂറുകാർ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതായത് നിങ്ങളുടെ ദശ അപകാര ചിത്രങ്ങൾക്കനുസരിച്ച് ഫലത്തിൽ വ്യത്യാസങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അത് മറക്കരുത്. മാനസികമായ പിരിമുറുക്കങ്ങൾ വന്നു പോകാൻ സാധ്യതയുണ്ട്. അലസത വെടിയേണ്ടതായിട്ടുണ്ട്. വൃശ്ചികം രാശിക്കൂറുകാർ മാതൃഭാവം കൊണ്ട് ചില ബുദ്ധിമുട്ടുകൾ, അതായത് മാതാവിൻ്റെ ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങളുടെ മനസ്സിന് വിഷമങ്ങൾ ഉണ്ടാക്കാൻ ഉള്ള അവസരങ്ങളും വന്നു ചേരും. ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ലാഭങ്ങൾ ഈ വർഷം പ്രതീക്ഷിക്കാം. ടെസ്റ്റുകൾ, ഇൻ്റർവ്യൂകൾ ഉള്ളവർക്ക് മനസ്സിന് സന്തോഷം ലഭിക്കുവാനും സാധ്യതയുണ്ട്. സഹോദരങ്ങളുമായി അഭിപ്രായ സമന്വയത്തിൽ പോകുവാൻ വൃശ്ചികക്കൂറുകാർ ശ്രദ്ധിക്കേണ്ടതാണ്. സുഹൃത്തുക്കളോട് ശത്രുത തോന്നിയേക്കാം. സ്വയം ശത്രുത വരുത്തി വയ്ക്കരുത്. സ്വന്തമായി തൊഴിലിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ലാഭങ്ങളോടൊപ്പം നഷ്ടങ്ങളുടെ സാധ്യതയും കാണുന്നുണ്ട്. അപ്പോൾ അതിനുള്ളൊരവസരങ്ങളും നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കാതെ ശ്രദ്ധിക്കുക. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് കാലം അനുകൂലമായിരിക്കും. എങ്കിലും നിങ്ങൾക്ക് ശത്രുക്കൾ കൂടാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. വാക്കുകളിൽ മിതത്വം പാലിക്കുക. സന്താനങ്ങൾക്ക് ഉയർച്ചയുണ്ടാകും. മിഥുന മാസത്തിന് ശേഷം ആ സന്താനങ്ങൾക്കുള്ള ഉയർച്ച നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ദോഷപരിഹാരാർത്ഥം ലളിതാ സഹസ്രനാമം ജപിക്കുന്നത് നന്നായിരിക്കും. ആയില്യപൂജ നടത്തുക, നാഗക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക, ഇവയൊക്കെ ദോഷശാന്തി വരുത്തുവാൻ നിങ്ങളെ സഹായിക്കും. ധനുരാശി മൂലം, പൂരാടം, ഉത്രാടം, ആദ്യപാദം. ധനുക്കൂറിൽപ്പെട്ടവർക്ക് വിഷുഫലം ഗുണ ആധിക്യമാണ് കൂടുതലായി ലഭ്യമാവുക. കണ്ടകശനി കാലം തുടരുന്നുണ്ട്. തുടക്കത്തിൽ ലഗ്ന ചതുർത്ഥാധിപനായ ഗുരു സപ്തമത്തിൽ കൂടി സഞ്ചരിക്കുന്നു. ലഗ്നത്തിനും കമ്മ്യൂണിക്കേഷൻ ഭാവത്തിനും ലാഭസ്ഥാനങ്ങളിലും ഗുരുവിൻ്റെ വീക്ഷണവും വരുന്നുണ്ട്. ആ ഭാവങ്ങളിലേക്കുള്ള പുഷ്ടി നിങ്ങൾക്ക് ലഭ്യമാകും. തുടർന്ന് നേർസഞ്ചാരം ഉച്ചരാശിയിൽ കൂടിയാകുന്നു. വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് കാലം അനുകൂലമായിട്ട് വരാൻ സാധ്യതയുണ്ട്. സാമ്പത്തികമായി ഉയർച്ച നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. കർമ്മമേഖലയിൽ നിലനിന്നിരുന്ന, അതായത് തൊഴിലിൽ നിലനിന്നിരുന്ന അനിശ്ചിതാവസ്ഥയ്ക്കൊക്കെ മാറ്റം വരും. തൊഴിൽ സ്ഥലം മാറാനുള്ളൊരു സാധ്യതയും കാണുന്നുണ്ട്. ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് സാവധാനമായിരിക്കും മുന്നേറ്റം ഉണ്ടാവുക. മാതാവിൻ്റെ ആരോഗ്യകാര്യം നിങ്ങളും ശ്രദ്ധിക്കേണ്ടതാണ്. ശാരീരികമായി അല്പസ്വല്പ ബുദ്ധിമുട്ടുകൾ വന്നു പോകാം. സഹായസ്ഥാനം നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരും. സ്വന്തമായിട്ട് തന്നെ പ്രോബ്ലം ആണ് കൂടുതലായിട്ട് ഉണ്ടാവുക. മാനസിക പ്രശ്നങ്ങൾ അതുമൂലമാകും ഉണ്ടാകുന്നത്. സന്താനങ്ങളുടെ പഠനത്തിൽ ശ്രദ്ധിക്കേണ്ടതാണ്. അവർക്ക് അല്പം ഒരു ഡിലേ പഠനത്തിൽ വരാം. അതിന് മാതാപിതാക്കൾ ശ്രദ്ധയോടെ അവരുടെ പഠനകാര്യം മുന്നോട്ട് കൊണ്ടുപോകേണ്ടതാണ്. ദാമ്പത്യ ജീവിതത്തിൽ വിട്ടുവീഴ്ചകൾ ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. വിവാഹം ആലോചിക്കുന്നവർക്ക് ആവശ്യമായ അനുയോജ്യമായ ബന്ധങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരും. ഭൂമിലാഭം, ഗൃഹലാഭം, വാഹനലാഭം ഇവയ്ക്ക് സാധ്യതയുണ്ട്. ദോഷപരിഹാരാർത്ഥം നിങ്ങൾ ശിവന് ധാര, കൂവളമാല ഇവ സമർപ്പിക്കുക. ദേവീപൂജ, ഭദ്രകാളി ദേവിയെയോ ചാമുണ്ഡി ദേവിയെയോ ഒക്കെ പ്രാർത്ഥിച്ച് ശാന്തി വരുത്തേണ്ടതാണ്. മകരം രാശി ഉത്രാടം 3 പാദങ്ങൾ, തിരുവോണം
അവിട്ടത്തിൻ്റെ ആദ്യ 2 പാദങ്ങൾ. മകരക്കൂറുകാർക്ക് വിഷുഫലം ഗുണദോഷ സമ്മിശ്രാനുഭവങ്ങളായിരിക്കും നൽകുക. മാനസിക സമ്മർദ്ദം ഏറുന്നൊരു സമയമായിരിക്കാം. എന്നാൽ ഗുരുവിൻ്റെ ദൃഷ്ടി വരുന്നതിനാൽ തുടക്കത്തിൽ കാര്യങ്ങൾ ലളിതമായിട്ട് പോകും. ജീവിത പങ്കാളിക്ക് ശാരീരിക അസ്വസ്ഥതകൾ വന്നു പോകാം. വാക്കുകൾ കഠിനമായി മാറാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. സംസാരത്തിൽ മിതത്വം പാലിക്കുക. സാമ്പത്തികമായി വലിയ മുന്നേറ്റങ്ങൾക്കിടയില്ല എങ്കിലും സാമാന്യ രീതിയിലുള്ള ധനലാഭം നിങ്ങൾക്ക് ലഭ്യമാകും. കർമ്മമേഖലയിൽ പുഷ്ടി ഉണ്ടാകും. ബാങ്കിൽ ലോൺ എടുത്തിട്ടുള്ളവർക്കൊക്കെ, അതായത് സർക്കാരുമായി ബന്ധപ്പെട്ടിട്ട് ഉള്ള ധന ഇടപാടുകളുള്ളവർക്ക് ഒരല്പം സമ്മർദ്ദങ്ങൾ വന്നു പോകാൻ സാധ്യതയുണ്ട്. വിദ്യാർത്ഥിനികൾക്ക് പഠനം പുരോഗമിക്കും. ഉപരിപഠനം നടത്തുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനായി പരിശ്രമിച്ച് മുന്നേറുക. രക്തസമ്മർദ്ദമുള്ളവർ, അതായത് രക്താതിസമ്മർദ്ദം, ഹൈപ്പർ ടെൻഷനൊക്കെ ഉള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. യോഗ, ധ്യാനം ഇവയൊക്കെ പരിശീലിക്കുന്നത് നിങ്ങൾക്ക് നന്നായിരിക്കും. സുഹൃത്തുക്കൾക്ക് വേണ്ടി അവരുടെ പഠനത്തിനോ തൊഴിലിനോ ഒക്കെ നിങ്ങൾക്ക് സഹായിക്കാനുള്ളൊരവസരങ്ങൾ വന്നു ചേരാൻ ഉള്ളൊരിതും ഈ വിഷുഫലത്തിൽ കാണുന്നുണ്ട്. സർക്കാർ സർവീസിലുള്ളവർക്ക് നേട്ടം ഉണ്ടാകും. ബിസിനസ്സിൽ പ്രതീക്ഷയ്ക്കൊത്ത ലാഭം കിട്ടി എന്ന് വരില്ല. ഓഹരി വിപണിയിൽ ധനനിക്ഷേപം നടത്താൻ കാലം അനുകൂലമല്ല. കൊളസ്ട്രോൾ ലെവൽ വർദ്ധിക്കാനുള്ളൊരു സാധ്യതയും കാണുന്നുണ്ട്. ഹൃദയ സംബന്ധമായ അസുഖങ്ങൾക്ക് മരുന്നുകൾ എടുക്കുന്നവർക്ക് ചികിത്സകൾ മുറതെറ്റാതെ നടത്തേണ്ടതാണ്. വസ്തുക്കൾ സംബന്ധിച്ച് വ്യവഹാരങ്ങൾക്കിട വരാൻ സാധ്യതയുണ്ട്. നിങ്ങൾ ദോഷപരിഹാരാർത്ഥം ഫലദേവതയാണ് പൂജിക്കേണ്ടത്. അന്നപൂർണേശ്വരിക്ക് അർച്ചന നടത്തുക, ശിവന് ധാര നടത്തുക, പുഷ്പാഞ്ജലി നടത്തുക, ഈ വക കാര്യങ്ങൾ ചെയ്ത് ശാന്തി വരുത്തേണ്ടതാണ്. കുംഭം രാശി. അവിട്ട 3, 4 പാദങ്ങൾ, ചതയം, പൂരിരട്ടാതി ആദ്യ 3 പാദങ്ങൾ. കുംഭരാശിക്കാരുടെ വിഷുഫലം സാമാന്യേന സത്ഫലങ്ങൾ ഏറിയിരിക്കും. എന്നാൽ വ്യാഴമാറ്റത്തിന് ശേഷം ധനപരമായിട്ടുള്ള ഇടപാടുകളിൽ നിങ്ങൾ ശ്രദ്ധ പുലർത്തേണ്ടതാണ്. മാനസികമായിട്ട് ധനപരമായിട്ടുള്ള ഇടപാടുകളിൽ സംഘർഷങ്ങൾ ചിലപ്പോൾ വന്നു ചേരാം. കുടുംബത്തിൽ ചില അസ്വാരസ്യങ്ങൾ വന്നു ചേരാനും സാധ്യതയുണ്ട്. മൂത്ത സഹോദരങ്ങളുമായി അഭിപ്രായ വ്യത്യാസമുണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ ബന്ധങ്ങളിൽ ഊഷ്മളത നിലനിർത്തി കൊണ്ടുപോകുവാൻ ശ്രദ്ധിക്കുക. കൊടുക്കൽ വാങ്ങലുകൾ നടത്തുമ്പോൾ ശ്രദ്ധ അത്യാവശ്യമാണ്. പഠനത്തിൽ വിദ്യാർത്ഥിനികൾക്ക് അലസത വന്നു ചേരാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. തൊഴിലിൽ നിലനിന്നിരുന്ന തടസ്സങ്ങളൊക്കെ മിഥുനമാസത്തോടുകൂടെ മാറും. ദാമ്പത്യ ജീവിതത്തിൽ അല്പം ഡിറ്റാച്ച്മെൻറ്റ് വരുവാനുള്ള സാധ്യത കാണുന്നുണ്ട്. മുൻ ദേഷ്യം ഒഴിവാക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. സംസാരത്തിൽ ശ്രദ്ധിക്കേണ്ട സമയം എന്ന് സാരം. നാവ് പിഴ വരാതെ നിങ്ങൾ ശ്രദ്ധിക്കുക. കൺസ്ട്രക്ഷൻ വർക്കുകളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക്, ഗവൺമെൻറ് കോൺട്രാക്ടർമാർക്കൊക്കെ സർക്കാരിൽ നിന്ന് അനുകൂലമായിട്ടുള്ള അവസ്ഥ ലഭ്യമാകും. മനസ്സ് അകാരണമായി അസ്വസ്ഥത ഉണ്ടാകുവാൻ, മനസ്സിന് ചെറിയ അസ്വസ്ഥതകൾ വരുവാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. വൈദ്യുതി, അഗ്നി ഇവ കൈകാര്യം ചെയ്യുമ്പോൾ നിങ്ങൾ അതീവ ജാഗ്രത പുലർത്തേണ്ട ഒരു സമയമാണ്. അനുയോജ്യമായ ദശാപകാരങ്ങൾ നടക്കുന്നവർക്ക് സർക്കാർ സർവീസിൽ നിയമനം ലഭ്യമാകും. നേത്രരോഗ സാധ്യതയുണ്ട്. അതിനുവേണ്ട ചികിത്സകൾ നോക്കുക. ഉപാസന, പൂജ, തീർത്ഥയാത്ര ഇവയൊക്കെ നടത്തുവാൻ അനുയോജ്യമായൊരു കാലമാണ്. കുടുംബത്തിൽ ഗൃഹം നവീകരിക്കുവാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. അതിനായിട്ടുള്ള ധനം ചെലവഴിഞ്ഞു പോകുന്നതായിട്ടുള്ളൊരവസ്ഥയും സംജാതമാകാം. വ്യാഴമാറ്റത്തോടുകൂടി സാമ്പത്തികമായിട്ട് നിലനിന്നിരുന്ന ബുദ്ധിമുട്ടുകൾ മാറാം. ദോഷപരിഹാരാർത്ഥം ശ്രീകൃഷ്ണസ്വാമിക്ക് തുളസിമാല ചാർത്തുക. അന്നപൂർണേശ്വരിക്ക് വെള്ള പുഷ്പം അർച്ചിച്ച് പ്രാർത്ഥന നടത്തുക. മീനം രാശി. പൂരുരുട്ടാതി 4-ാം പാദം, ഉത്രട്ടാതി, രേവതി നക്ഷത്രത്തിൽപ്പെട്ടവർക്കാണ്. ജന്മശനി തുടരുന്നുണ്ട് മീനക്കൂറുകാർക്ക്. വിഷുഫലം ഗുണാധിക്യം നിറഞ്ഞതായിരിക്കാൻ സാധ്യതയുണ്ട്. മാനസിക, അതായത് നിലനിന്ന് പോന്നിരുന്ന മാനസിക സംഘർഷങ്ങൾക്കൊക്കെ അയവ് വരാം. സ്വപ്രയത്നത്തിലൂടെ ധനമാർജിക്കുവാൻ നിങ്ങൾക്ക് അവസരങ്ങൾ വന്നു ചേരും. ദാമ്പത്യത്തിൽ അല്പം ഊഷ്മളത കുറവ് വന്നു ചേരാം. മുൻ ദേഷ്യം ഒഴിവാക്കുക. ശാരീരികമായി അല്പം നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ വരാം. അതുകൊണ്ട് അതും ശ്രദ്ധിക്കേണ്ടതാണ്. രോഗബാധിതർ, പ്രമേഹ രോഗബാധിതർ ഒട്ടും അലംഭാവം കാണിക്കരുത്. ഉപരിപഠനം നടത്തുവാൻ ആഗ്രഹിക്കുന്നവർക്ക്
അതിന് സാധിക്കും. വിദേശത്തേക്ക് പോകുവാനും തൊഴിൽപരമായും പഠനപരമായും ഈ വർഷം, അതായത് ഈ വിഷുഫലം നിങ്ങൾക്ക് അനുകൂല അവസരങ്ങൾ കൊണ്ടുവന്ന് നൽകും. തൊഴിൽ മാറ്റത്തിനുള്ള സാധ്യതയുണ്ട്. സ്ഥലം മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് അതിന് പരിശ്രമിക്കാൻ അനുകൂലമായിട്ടുള്ളൊരു സമയമാണ്. പങ്കാളിയുമായി, അത് ജീവിത പങ്കാളിയോ ബിസിനസ് പങ്കാളിയോ ആരായാലും അഭിപ്രായ ഭിന്നതകൾക്ക് ഇടവരാതെ ശ്രദ്ധിക്കുക. സന്താനങ്ങൾ, വിദേശയാത്രയ്ക്ക് സന്താനങ്ങൾ തയ്യാറെടുക്കുകയാണെങ്കിൽ അവർക്കും അനുകൂല അവസരങ്ങൾ വന്നു ചേരും. കടങ്ങൾ കൂടാനുള്ളൊരു സാധ്യതയുണ്ട്, അത് ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. മാതാപിതാക്കളുടെ ആരോഗ്യകാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധ പുലർത്തുക. മിഥുന മാസത്തിന് ശേഷം ധനപരമായി മുന്നേറ്റങ്ങളും ഭാഗ്യപുഷ്ടികളും നിങ്ങളെ തേടിയെത്തും. കുലദൈവ വഴിപാടുകൾ നടത്തുക, ഭദ്രകാളി പൂജ നടത്തുക, ഭദ്രകാളിക്ക് രക്തപുഷ്പം കൊണ്ട് അർച്ചന നടത്തുക, കടും പായസം നിവേദിക്കുക, ഇവയൊക്കെ ചെയ്ത് ദോഷശാന്തി വരുത്തേണ്ടതാണ്. ഏവർക്കും മംഗളകരമായ ഒരു വിഷുക്കാലം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.